ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. Wherein pursuance of a scheme adopted by ESSO, the petrol station proprietors announced that they would give the World Cup coins, one for every buyer of 4 gallons of petrol. It was held that the distribution of the coin was not a contract of sale so as to attract the provisions of Purchase Tax Act, but was only a gift. The ESSO Petroleum Cooperative Limited versus Commissioners of Customs and Excise 1976. അവിടെ എന്തോ പറഞ്ഞേക്കുന്നേ, ESSO എന്ന് പറയുന്ന എന്തോന്ന് പെട്രോളിയം കമ്പനി പിന്നെ കസ്റ്റംസ് ആൻഡ് എക്സൈസുമായി 1976 വിധി പറഞ്ഞ കേസിൽ വേൾഡ് കപ്പ് കോയിൻസ് പെട്രോൾ എത്ര ഗാലൻസ് 4 ഗാലൻസിൽ കൂടുതൽ പെട്രോൾ അടിക്കുന്നവർക്ക് കൊടുക്കുന്നു, ഒരു പ്രത്യേകം പമ്പിൽ നിന്ന് അടിക്കുന്നവർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് അതൊരു ഓഫറോ കോൺട്രാക്റ്റോ അല്ല, ഇറ്റ് ഈസ് ഒൺലി എ ഗിഫ്റ്റ്. മനസ്സിലായോ? Um, യെസ്. അടുത്ത് ആദ്യത്തെ പാരഗ്രാഫ് എന്ന് വെച്ചാൽ നമ്മളെ A tender is not an offer. After its acceptance, it sometimes becomes what is known as a standing offer or continuing offer. A contract takes place only after the order is placed. References may be made here of an illustration Bombay case, namely Bengal Cooperative Limited versus Homi Vadia and Homi Vadia and Company. In this case, the defendants entered into an agreement to supply a kind of coal from time to time required by the plaintiff for a specified of 12 months. The plaintiff, in pursuance of the said agreement, placed certain orders and the defendant supplied the coal. But before the lapse of 12 months, they withdraw their offer and refused to supply the coal anymore. The plaintiff thereupon filed the suit against them for the breach of contract. The court dismissed the suit on the ground that there was no contract. The court pointed out that it was simply a continuing offer and the contract took place only when a certain quantity was ordered. The defendants were therefore within their right to revoke it. They could not, however, revoke their offer in respect of the orders actually placed. This principle was affirmed by Judicial Committee of the Privy Council in മതി മോളെ, Harvey. Uh, നോക്കിക്കോ. എ ടെൻഡർ ഈസ് നോട്ട് ആൻ ഓഫർ. ഒരു ടെൻഡർ പത്രത്തിൽ പരസ്യം കൊടുത്താൽ അത് ഓഫറല്ല, ഓഫർ ടു ചാപ്പറാണ്. ആഫ്റ്റർ ഇറ്റ്സ് അക്സെപ്റ്റഡ്, അത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഇറ്റ് സംടൈംസ് ബിക്കംസ് ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റാൻഡിങ് ഓഫർ. അപ്പോൾ ഒരു ടെൻഡർ പത്രത്തിൽ വന്നു. എന്താണ് പത്രത്തിൽ ടെൻഡർ വന്നിട്ടുള്ളത്? ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കോളേജ് ഗവൺമെൻറ് കോളേജാണെന്ന് കരുതുക. ആ ഗവൺമെൻറ് കോളേജിൽ ഫർണിച്ചർ വേണം, ബെഞ്ച് ഡെസ്ക് മുതലായ സാധനങ്ങൾ വേണം, ടേബിൾ ചെയർ. അങ്ങനെ ബെഞ്ച് ഡെസ്ക് ടേബിൾ ചെയർ എല്ലാം കൂടെ ഈ കോളേജിലേക്ക് അനുവദിക്കുന്നതിന് വേണ്ടി മത്സര അടിസ്ഥാനത്തിൽ ടെൻഡറുകൾ ക്ഷണിച്ചു കൊടുക്കുന്നു. ഇതാണ് പരസ്യം, അതാണ് ടെൻഡർ. ഈ ആഫ്റ്റർ ഈസ് അക്സെപ്റ്റൻസ്, അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? ടെൻഡർ കൊടുക്കാമെന്ന് പറഞ്ഞു, ഈ സാധനങ്ങളാ സപ്ലൈ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് വാട്ട് ഈസ് നോൺ ആ സ്റ്റാൻഡിങ് ഓഫർ. അതെന്താണ്? ഒരു സ്റ്റാൻഡിങ് ഓഫറാണ്. ഓർ കണ്ടിന്യൂയിങ് ഓഫർ, അതൊരു കണ്ടിന്യൂയിങ് ഓഫർ എന്ന് പറയും. സ്റ്റാൻഡിങ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ഓഫർ. എ കോൺട്രാക്ട് പ്ലേസ്ബിൾ ഓൺലി ആഫ്റ്റർ ഓർഡർ ഈസ് പ്ലേസ്ഡ്. അപ്പോൾ അത് കോൺട്രാക്റ്റ് ആവുന്ന എപ്പോഴാണ്? നമ്മൾ ടെൻഡർ കണ്ടിട്ട് ആ ടെൻഡർ അനുസരിച്ച് പ്രവർത്തിച്ചോളാം, ആ ടെൻഡറിന് ഞങ്ങൾക്ക് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴാണ് എന്തായി മാറുന്നത്? കോൺട്രാക്റ്റായി മാറുന്നത്. റെഫറൻസ് മേ ബി മെയ്ഡ് ദെയർ ഈസ് ആൻ ഇല്ലസ്ട്രേറ്റീവ് ഓഫ് ബോംബെ കേസ്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്ന ബോംബെയിലെ ഒരു കേസാണ്. നെയ്മിലി
ബംഗാൾ കമ്പനി ലിമിറ്റഡ് വേഴ്സസ് ഹോം വാദിയ കമ്പനി. ആ കേസിൻ്റെ പേര് ബംഗാൾ കമ്പനി ലിമിറ്റഡ് വേഴ്സസ് ഹോം വാദിയ കമ്പനി എന്നാണ്. ILR 1899 ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ജഡ്ജിമെൻറ്റ് പബ്ലിഷ് ചെയ്തത്. ഇൻ ദിസ് കേസ്, ഈ കേസിൽ ദ ഡിഫൻഡൻറ്റ് എൻറ്റേർഡ് ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് ടു സപ്ലൈ എ കൈൻഡ് ഓഫ് കോൾ ഫ്രം ടൈം ടു ടൈം ടു റിക്വയർ ബൈ ദ പ്ലെയിൻറ്റിഫ് ഫോർ എ പീരീഡ് ഓഫ് 12 months. ഇതിലെന്താ പറഞ്ഞേക്കുന്നേ? ഇൻ ആൻ എഗ്രിമെൻറ്റ്, വളരെ ശ്രദ്ധിക്കണം, അവിടെ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഇൻ ആൻ എഗ്രിമെൻറ്റ്, ഈ എഗ്രിമെൻറ്റിൽ ടു സപ്ലൈ എ കൈൻഡ് ഓഫ് കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി. കോൾ എങ്ങനെയാ? ഫ്രം ടൈം ടു ടൈം റിക്വയേഴ്സ് ബൈ ദ പ്ലെയിൻറ്റിഫ് ഫോർ എ പീരീഡ് ഓഫ് 12 months. ഒരു വർഷക്കാലം അല്ലെങ്കിൽ 12 മാസത്തേക്ക് ഈ കമ്പനിക്ക് എത്ര കോളാണോ കൽക്കരിയാണോ ആവശ്യമുള്ളത് അത് സമയാസമയങ്ങളിൽ സപ്ലൈ ചെയ്തോളാം എന്നതാണ് കരാർ, കോൺട്രാക്റ്റ് അല്ല, എഗ്രിമെൻറ്റ്. The plaintiff, in pursuance of the said agreement, places a certain orders and then defendant supplies the coal. അപ്പോൾ അങ്ങനെ ടെൻഡർ വന്നു, ടെൻഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് പ്രോമിസായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? pursues the said agreement, place certain orders and defendant supplied time to time. ഈ 12 മാസത്തേക്ക് എത്ര സമയത്താണ് കോൾ ആവശ്യം വരുന്നത്, കൽക്കരി ആവശ്യം വരുന്നത്, കൽക്കരി ഇങ്ങനെ ഓർഡർ ചെയ്തു മറ്റേവർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് ബിഫോർ ദ ലാപ്സ് ഓഫ് 12 months they withdraw their offer and refuse to supply the coal anymore. 12 മാസം ആവുന്നതിന് മുമ്പേ എന്ത് ചെയ്തു? അവർ ഓഫർ വിഡ്രോ ചെയ്തു, കോൾ സപ്ലൈ ചെയ്തില്ല. The plaintiff thereupon filed a suit against them for a breach of contract. കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തതിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു കേസം കൊണ്ട് കൊടുക്കും, സൂട്ടെന്ന് പറഞ്ഞാൽ സിവിൽ കേസ് കൊടുക്കും. The court dismissed the suit on the ground that there was no contract. എന്ത് ചെയ്തു? ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിന് കേസ് കൊടുത്തപ്പോഴത്തേനും കോടതി പറഞ്ഞു കോൺട്രാക്റ്റ് ഇല്ല, അതുകൊണ്ട് സൂട്ട് ഡിസ്മിസ്. The court pointed out that it was simply a continuing offer. ഇതൊരു കോൺട്രാക്റ്റ് അല്ല, ഇതൊരു എഗ്രിമെൻ്റ് ആയിട്ടില്ല, ഇതൊരു കണ്ടിന്യൂയിങ് ഓഫറാണ്. And the contract took place only when certain quantity was ordered. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം, ഇത്ര ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞൊരു ഓർഡർ കൊടുക്കുമ്പോഴേ എന്താവുള്ളൂ? കോൺട്രാക്റ്റ് ആവുള്ളൂ. 12 മാസത്തേക്ക് ആവശ്യമുള്ളപ്പം കൊണ്ട് തരണം എന്ന് പറഞ്ഞാൽ എന്തല്ല? ഇറ്റ്സ് നോട്ട് എ കോൺട്രാക്റ്റ്, സെർട്ടണിറ്റി ഇല്ല. ദ ഡിഫൻഡൻറ്റ് വെയർ ദെയർഫോർ വിത്തിൻ ദ റൈറ്റ്സ് ടു റിവോക്ക്. ഡിഫൻഡൻറ്റ് എന്ത് ചെയ്യാം? അത് റിവോക്ക് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും അതിന് പിന്മാറാം. ദേ could not however revoke the offer in respect of the orders actually placed. ഓർഡർ പ്ലേസ് ചെയ്യുന്നതിൽ നിന്ന് അവരെന്ത് ചെയ്തിട്ടില്ല? മാറിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്തില്ല, അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല? നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല? സപ്ലൈ തരുന്നില്ല. ഇത്രയേ ഉള്ളൂ. ദർ ഈസ് നോ കോൺട്രാക്ട്, ദർ ഈസ് നോ എഗ്രിമെൻറ്റ്, ഇറ്റ് ഈസ് ഓൺലി എ കണ്ടിന്യൂയിങ് ഓഫർ. മനസ്സിലായോ? യെസ്. അടുത്ത ചെറിയ പാരഗ്രാഫാണ്, ഒന്ന് വായിച്ചേ. The principle was affirmed by Judicial Committee of the Privy Council in R.V. Damas 1990. നല്ലത് വായിക്കുന്നത്. R versus Damas 1990. Appeal from the province of Quebec. അത് അപ്പോൾ അവിടെ പറഞ്ഞെന്തറിയുമോ? നമ്മൾ മുകളിൽ പറഞ്ഞ കേസിൽ ഏതിലെയാ? ബംഗാൾ കമ്പനി വേഴ്സസ് ഹോമി വാദിൻ കമ്പനി എന്ന് പറയുന്ന കേസിൽ അതേ പ്രിൻസിപ്പിളാണ് പ്രിവി കൗൺസിൽ 1990 ഉയർത്തിക്കാട്ടിയത്. ദ സുപ്രീം കോർട്ട് ഹാസ് ഓൾസോ ലേഡ് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് മദല താത്വികാസ് അല്ലേ? മദല താത്വികാസ് എന്ന് പറഞ്ഞ കേസിലും ഇതേ പ്രിൻസിപ്പിൾ തന്നെ. എന്താ പറഞ്ഞത്? നോ കോൺട്രാക്ട്, ഓൺലി എ കണ്ടിന്യൂയിങ് ഓഫർ. എന്തുകൊണ്ട് കോൺട്രാക്റ്റ് ഇല്ല? ഇത്ര ഗുഡ്സ് ഞങ്ങൾക്ക് ഇത്ര നാൾ കൊണ്ട് സപ്ലൈ ചെയ്യണമെന്ന് വ്യക്തതയില്ല, അൺസർട്ടൺ ആണ്. അതുകൊണ്ട് അത് കോൺട്രാക്റ്റ് അല്ല, എഗ്രിമെൻ്റ് ആയില്ല, കണ്ടിന്യൂയിങ് ഓഫറാണ്.
ആ ഓഫറിൽ നിന്ന് ഡിഫൻഡിന് എപ്പോൾ വേണേലും പിന്മാറാനുള്ള അവകാശം ഉണ്ട് എന്ന് പറയും. മനസ്സിലായോ? അടുത്ത പാരഗ്രാഫ് വായിച്ചേ. The Supreme Court of India has also laid down the same principles in Union of India versus Madhala Tathya 1964. യെസ്, അടുത്ത പാരഗ്രാഫ് വായിച്ചേ. An offer should be distinguished from an invitation to receive offers. When a man advertises that he has got a stock of books to sell or houses to let, there is no offer to be bound by any contract. Such advertisements are offers to negotiate, offers to receive offers, offers to chaffer. An offer is the final expression of willingness by the offerer to be bound by his offer should the other party choose to accept it. This should seem to become more or less obvious from the definition of proposal in section 2 clause A, which emphasizes that there should be the expression of willingness to do or abstain with a view to obtaining the assent of the other. The offerer must have expressed his willingness to contract in terms of his finality that the only thing to be waited for is the assent of the other party. Where a party, without expressing his final willingness, proposes certain terms on which he is willing to negotiate, he does not make an offer but only invites the other party to make an offer on those terms. This is perhaps the basic distinction between an offer and an invitation to receive offers. The Privy Council decision in Harvey versus Pacey 1893 has the merit of explaining the distinction. വെയിറ്റ് ഒരു മിനിറ്റ്, ഞാൻ ഡോർ ഒന്ന് ചാരിയിട്ട് വരട്ടെ. An offer should be distinguished from invitation to receive offers. ഓഫറേയും ചാഫറേയും ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ട്. When a man advertises that he has got a stock of books to sell, ഒരാൾ പത്രത്തിൽ പരസ്യം കൊടുക്കുകയാണ്, എൻ്റെ ലൈബ്രറി ഞാൻ വിൽക്കുന്നു, സ്റ്റോക്ക് ഓഫ് ബുക്സ്, അല്ലെങ്കിൽ ഞാൻ 2022 എൻ്റെ പുസ്തക ശേഖരങ്ങൾ വിൽക്കാൻ പോകുന്നു, സ്റ്റോക്ക് ഓഫ് ബുക്സ് ടു സെൽ, ഓർ ഹൗസസ് ടു ലെറ്റ്, അല്ലെങ്കിൽ എൻ്റെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു. അഞ്ജുഷ ഇപ്പോൾ എറണാകുളത്താണ് താമസം, ഇടുക്കിയിലെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് ലെറ്റ് ദ ഹൗസ്. ദർ ഈസ് നോ ഓഫർ ടു ബൗണ്ട് ബൈ എനി കോൺട്രാക്ട്. അതൊന്നുമില്ല, ഓഫറില്ല, കോൺട്രാക്റ്റില്ല, പരസ്യം മാത്രമാണ്. സച്ച് അഡ്വർടൈസ്മെൻറ്റ് ആർ ഓഫേഴ്സ് ടു നെഗോഷിയേറ്റ്. അങ്ങനെയുള്ള ഓഫറുകളെല്ലാം നെഗോസിയേഷന് വിധേയമാണ്. നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ശരി, നമ്മൾ പോയി കണ്ടു, എത്ര രൂപ വാടക വേണം, നിങ്ങൾ എത്ര ചോദിക്കുന്നു? 15,000 രൂപയാണ്. അപ്പം നമ്മൾ പറഞ്ഞു, 15,000 രൂപയ്ക്കൊന്നും എനിക്ക് വേണ്ട, 10,000 രൂപയ്ക്കാണ് എനിക്ക് മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഒരു റേറ്റിലെത്തുന്നതിനെയാണ് നെഗോസിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓഫേഴ്സ് ടു റിസീവ് ഓഫേഴ്സ്, അതിനെ ഓഫേഴ്സ് ടു റിസീവ് ഓഫർ എന്ന് പറയും. 15,000 രൂപ എന്ന് പറയുന്നത് ഹൗസ് ഓണർ വെച്ചേക്കുന്ന ഓഫറാണ്. അപ്പോൾ നമ്മൾ പറയുന്നു 10,000 ആണെങ്കിൽ മതി. അപ്പോൾ ഓഫർ ടു റിസീവ് ഓഫേഴ്സാണത്, പത്രപരസ്യങ്ങളല്ല. ഓഫേഴ്സ് ടു ചാഫർ, അല്ലെങ്കിൽ അതിനെ ഓഫർ ടു ചാഫർ എന്ന് പറയും. ആൻ ഓഫർ ഈസ് എ ഫൈനൽ എക്സ്പ്രഷൻ ഓഫ് ഹിസ് വില്ലിങ്നെസ് ബൈ ദ ഓഫറി ടു ബി ബൗണ്ട് ബൈ ദ ഹിസ് ഓഫർ ഷുഡ് ബി അതർ പാർട്ടി ചൂസസ് ടു അക്സെപ്റ്റ് ഇറ്റ്. എന്താണ് ഓഫർ എന്ന് പറഞ്ഞാൽ? ആൻ ഓഫർ ഈസ് എ ഫൈനൽ എക്സ്പ്രഷൻ. ഓഫർ എന്ന് പറഞ്ഞാൽ ഫൈനൽ എക്സ്പ്രഷനാണ്. എന്തിൻ്റെ? ഓഫ് വില്ലിങ്നെസ് ബൈ ദ പാർട്ടി, ബൈ ദ ഓഫറി ടു ബൗണ്ട് ബൈ ദ ഓഫർ ഷുഡ് ബി അതർ പാർട്ടി ചൂസ് ടു അക്സെപ്റ്റ്. അപ്പോൾ ഓഫർ ടു ചാഫർ വന്നു. ഓഫർ ടു ചാഫർ വന്നപ്പോൾ നമ്മൾ പോയി കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ടൊരു ഓഫർ വെച്ചു. ആ ഓഫർ സ്വീകരിക്കണമോ വേണ്ടയോ? അപ്പോൾ അവരിങ്ങോട്ട് ഓഫർ ചെയ്തു. ഓഫറും എന്തായി? കൗണ്ടർ ഓഫറുമായി. ആ കൗണ്ടർ ഓഫറിൽ നിന്ന് നമ്മൾ നെഗോസിയേഷനിലെത്തി. നമ്മൾ രണ്ടും ഒരു ഫിക്സഡ് എമൗണ്ട് പറഞ്ഞാൽ ആ എമൗണ്ട് നടത്തുന്ന വില്ലിങ്നെസ് നമ്മൾ കാണിക്കുന്നതിന് വേണ്ടിയാണ്, അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഓഫർ എന്ന് പറയുന്നത്. മനസ്സിലായോ?
അത് വാടകയ്ക്ക് വീട് കൊടുക്കുന്ന ആലോചിച്ചാൽ മതി. ദിസ് ഷുഡ് സീൻ ബിക്കം മോർ ഓർ ലോസ് obvious from the definition of the proposal. അതിനെ നമ്മൾ പ്രപ്പോസലിൻ്റെ ഡെഫിനിഷനുമായി കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. 2a ഇങ്ങനെ പറയുന്നു, which emphasize that there should be the expression of willingness to do or abstain with a view to obtaining the assent of the other. എന്തോ പറയുന്നത് പ്രപ്പോസൽ എന്ന് പറയുന്നത്? പ്രപ്പോസൽ ഇൻ സെക്ഷൻ 2a says which emphasize that there should be the expression of willingness to do or abstain with a view to obtaining the assent of the other. മറ്റൊരാളുടെ അസൻറ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന എന്തിനെയാണ് പറയുന്നത്? അതിനെയാണ് നമ്മൾ പ്രപ്പോസൽ എന്ന് പറയുന്നത്. പ്രപ്പോസൽ വിച്ച് പ്രപ്പോസൽ എംഫസൈസ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ദാറ്റ് ഷീ ഷുഡ് ദി എക്സ്പ്രഷൻ ഓഫ് വില്ലിങ്നെസ്, നമ്മുടെ വില്ലിങ്നെസ്സിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. ടു ഡു ഓർ അബ്സ്റ്റെയിൻ വിത്ത് ടു വ്യൂ ഒബ്റ്റെയിനിങ് ദ അസറ്റ്, ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ നമ്മൾ പറയുന്നതിനെ എന്ത് പറയും? പ്രപ്പോസൽ എന്ന് പറയും. മനസ്സിലായോ? മനസ്സിലായി. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഓഫറി മസ്റ്റ് ഹാവ് ദ അസന്റ് ഓഫ് ദി പാർട്ടി. ദ ഓഫറി മസ്റ്റ് ഹാവ് expressed his willingness to contract in the terms of the offer, which such finally that only the thing is waived from is to the assent of the party. അപ്പോൾ പാർട്ടിയുടെ അസൻറ്റ് കിട്ടുന്നതിന് വേണ്ടി ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ ഉള്ള അസൻറ്റ് കിട്ടുന്നതിന് വേണ്ടി പ്രപ്പോസൽ കൊടുക്കുന്നു. ആ പ്രപ്പോസൽ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. മനസ്സിലായോ? വേറെ പാർട്ടി വിത്തൗട്ട് എക്സ്പ്രസിങ് ഹിസ് ഫൈനിങ് വില്ലിങ്നെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഞാനിപ്പം വീടില്ലാത്ത ഒരാളാണ് എറണാകുളത്ത്. അപ്പോൾ വീട് നോക്കി നമ്മൾ നടക്കുന്നു, നമ്മൾ ഫൈനലായിട്ടൊന്നും പറയുന്നില്ല, ശരി നോക്കാം എന്നേ പറയുന്നുള്ളെങ്കിൽ വിത്തൗട്ട് എക്സ്പ്രസിങ് ഹിസ് ഫൈനൽ വില്ലിങ്നെസ്, ഫൈനലായി നമ്മൾ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ പ്രപ്പോസസ് സർട്ടൺ ടേംസ് ഓൺ വിച്ച് ഹീ ഈസ് വില്ലിങ് ടു നെഗോഷിയേറ്റ്. എന്നിട്ട് നമ്മൾ ന്യായങ്ങൾ പന്നിടത്ത് കാണാം. എന്താണ്? പ്രപ്പോസസ് ടു കൺനാറ്റ് വിച്ച് ഹീ ഈസ് വില്ലിങ് ടു നെഗോഷിയേറ്റ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ എനിക്ക് ഹൈക്കോടതിയുടെ അടുത്ത് തന്നെ വേണം, വീട് വേണം. ഞാനൊരു വാടക വീട് പോയി കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഹൈക്കോടതിയുടെ അടുത്തല്ലേ, വക്കീലല്ലേ, വക്കീലിന് ഓഫീസും കൂടെ നടത്താൻ സൗകര്യമാണല്ലോ, 20,000 രൂപ വാടക വേണം. അപ്പോൾ ഞാനിപ്പോൾ 15,000 രൂപയ്ക്കാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ വലിയ ന്യായത്തെ പറയുന്നു, ശരി 14,000 രൂപ എന്നേ തരാം, അല്ല ഞാൻ എടുത്തോളാം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വില്ലിങ്നെസ് ഫൈനലായിട്ട് പറയുന്നില്ല. അവർ 20,000 പിടിക്കുന്നു, ഞാൻ 14,000 തൂങ്ങി ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ കിടന്നാൽ നോക്കൂ, വിച്ച് ഹീ ഈസ് വില്ലിങ് ടു നെഗോഷിയേറ്റ് ഹീ ഷുഡ് നോട്ട് മേക്ക് ആൻ ഓഫർ. 20 ഞാൻ എടുത്തോളാം എന്ന് പറയുന്നില്ല, ഷുഡ് നോട്ട് മേക്ക് ആൻ ഓഫർ, but only invite the party to make offers on those terms. ഹൈക്കോടതിയുടെ അടുത്താണ്, റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, ബസ് സ്റ്റോപ്പ് അടുത്താണ്, 2 റെയിൽവേ സ്റ്റേഷനിന് അടുത്താണ്, ഹൈക്കോടതിയും അടുത്താണ്. അതുകൊണ്ട് വക്കീലിന് 20,000 കൊടുത്താലും നഷ്ടമില്ല, 20,000 തരാം എന്ന് പറയുന്നതല്ലാതെ ടേംസ് ഇല്ല. ദിസ് ഈസ് പെർഹാപ്സ് ദ ബേസിക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഓഫർ ആൻഡ് ഇൻവിറ്റേഷൻ. ഇതിനെയാണ് ഓഫർ എന്നും ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് അവിടെ ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്? 20,000 രൂപയ്ക്ക് തരാം എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ. ഓഫർ ചെയ്തിട്ടില്ല. എന്തോ ഓഫർ ചെയ്തത്? 14,000 രൂപയ്ക്ക് തൂങ്ങി നിൽക്കുന്ന ഞാനും അദ്ദേഹവും തമ്മിൽ ഓഫർ വന്നിട്ടില്ല, ഇൻവിറ്റേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഇറ്റ് ടു റിസീവ് ദ ഓഫേഴ്സ്. ദിസ് പ്രിവി കൗൺസിൽ ഡിസിഷൻ ഇൻ ദി ഹെർസി വേഴ്സസ് ഫെയ്സി 1893 AC 552 has merit of explaining the distinction. അപ്പോൾ അതാണ് എന്തിൻ്റെ? ഇൻവിറ്റേഷനും ഓഫറും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ. മനസ്സിലായോ? വാട്ട് ഈസ് ഇൻവിറ്റേഷൻ? റൈറ്റ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഓഫർ എന്ന് ചോദിച്ചാൽ കോൺട്രാക്ട് പഠിക്കുന്ന പിള്ളേരൊക്കെ തലകുത്തി മേലോട്ട് നോക്കി. കാരണം എന്ത് ചെയ്യത്തില്ല, ഓഫർ എന്താണ് ഇൻവിറ്റേഷൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
കോൺട്രാക്റ്റ് പഠിക്കുമ്പോൾ ഓരോ ടേമും വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ ഇതെല്ലാം ഉരുകൂൽപ്പിക്കും. പ്രപ്പോസൽ എന്താണ്, ഓഫർ എന്താണ്, ഇൻവിറ്റേഷൻ എന്താണ്, അക്സെപ്റ്റൻസ് എന്താണ്, പ്രോമിസ് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ 5 ടേമും പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അടുത്ത പാരഗ്രാഫ് വായിച്ചു. The plaintiff offered to purchase a plot of land, bumper halfpence, belonging to the defendant. He made the said offer through the telegraph and asked the defendant to telegraph the lowest price. The defendant sent the reply through the telegraph quoting the lowest price as 900. The plaintiff was ready to purchase the land at the quoted price and send his acceptance through telegram. But the defendant refused to sell the land for 900. The plaintiff therefore sued the defendant for the breach of contract. യെസ്, നോക്കൂ, ഞാൻ വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഒരാൾ പത്രത്തിൽ പരസ്യം കൊടുത്ത് ഒരു ബമ്പർ ഹാൾപ്പന് വിൽക്കാനുണ്ട്. പരസ്യം കണ്ടിട്ട് അയാളുടെ ടെലഗ്രാം അടിച്ച് അതിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് എത്രയാണ്. ആ ഏറ്റവും കുറഞ്ഞ പ്രൈസ് ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞു 900 പൗണ്ടിന് തരാമെന്ന് പറഞ്ഞു. റെഡി, ഞാൻ 900 പൗണ്ട് മേടിച്ചോളാം പറഞ്ഞു. പക്ഷേ 900 പൗണ്ട് മേടിച്ചോളാമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഈ കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ കൊടുത്തില്ല. അയാളുകൊണ്ട് കേസ് കൊടുത്തു. ഒരു ബൈൻഡിങ് കോൺട്രാക്റ്റ് ഉണ്ട്, എനിക്ക് ആ ബമ്പർ ഹാൾപ്പൻ 900 പൗണ്ട് തരണം. അപ്പോൾ കോടതി പറഞ്ഞു ഇവിടെ കോൺട്രാക്റ്റും ഇല്ല, എഗ്രിമെൻറ്റും ഇല്ല, അക്സെപ്റ്റൻസും ഇല്ല, ഓഫറും ഇല്ല. അത് വെറും എന്താണ്, ഓഫർ ടു ചാപ്പർ മാത്രമാണ്. ദർ ഈസ് നോ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ദർ ഈസ് നോ ബൈൻഡിങ് കോൺട്രാക്ട്. മനസ്സിലായോ? വായിച്ച് മനസ്സിലാക്കിയാൽ മതിയേ. ആ പാരഗ്രാഫ് വായിച്ചിട്ട് ഞാൻ ഓരോ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓരോ വാക്കിൻ്റെ അർത്ഥം പറയണമെങ്കിൽ മോള് പറഞ്ഞാൽ മതി, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ മതി. കഥ ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ശരി, അടുത്തത്. The Judicial Committee of the Privy Council dismissed the action and observed, the mere statement of the lowest price at which the vendors would sell contains no implied contract to sell at that price to the person making the enquiry. മനസ്സിലായോ? അത് തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞേ, ഒരു കോൺട്രാക്റ്റും ഒന്നുമില്ല. ഒരു എൻക്വയറി നടത്തി ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ 900 രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. 900 രൂപയ്ക്ക് ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. അതോടുകൂടി കമ്മ്യൂണിക്കേഷൻ ബ്രേക്കായി. പിന്നെന്തില്ല, നോ ഓഫർ, നോ അക്സെപ്റ്റൻസ്, നോ എഗ്രിമെൻറ്റ്, നോ കോൺട്രാക്ട്. മനസ്സിലായോ? പ്രോമിസ് ഇല്ല. ഞാൻ നിങ്ങൾക്ക് തന്നോളാന്ന് പറഞ്ഞല്ലോ, 900 രൂപയാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് എന്നല്ലേ പറഞ്ഞത്. ഓക്കെ, അടുത്ത വായിച്ചേ. The Judicial Committee pointed out that in their first telegram, the plaintiff wanted the reply of 2 questions. 1. The defendant's willingness to sell, and 2. The lowest price. The defendant did not at all answer the first question. They simply quoted the lowest price, which could amount only to invitation to an offer and not other itself, because they did not express their willingness to sell. അവിടെ എന്തോ പറഞ്ഞേക്കുന്നേ, അത് 2 കാര്യങ്ങളായിരുന്നു ആര് മനസ്സിലാക്കേണ്ടത്, ടെലഗ്രാം അയച്ചവർ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തരാൻ വില്ലിങ്നെസ് ഉണ്ടോ, രണ്ടാമത് ഏറ്റവും കുറഞ്ഞ വില എത്രയാണ്. അപ്പോൾ എനിക്ക് തരാൻ വില്ലിങ്നെസ് ഉണ്ടോ എന്ന ചോദ്യം നമ്മൾ ചോദിച്ചതുമില്ല, ആ ചോദ്യത്തിനായിട്ട് മറുപടി പറഞ്ഞിട്ടുമില്ല. എത്ര രൂപയാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് എന്ന് ചോദിച്ചു. പ്രൈസ് 900 പൗണ്ടാണെന്ന് പറഞ്ഞു. അതോടുകൂടി കമ്മ്യൂണിക്കേഷൻ ബ്രേക്കായി. എനിക്ക് തരാൻ, ഇപ്പം നമ്മൾ പത്ര പരസ്യം കണ്ടുകൊണ്ടൊരു കോൾ ചെയ്യുകയാണ്. എത്ര രൂപയാണ് എൻ്റെ പ്രൈസ്? ശരി, 150 രൂപ കേട്ടോ. 150 രൂപയാണെന്ന് പറഞ്ഞാൽ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അത് ഈ ടെലഗ്രാം അയച്ച് അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല, പ്രൈസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഓഫറില്ല, അക്സെപ്റ്റൻസ് ഇല്ല. ഓഫറും അക്സെപ്റ്റൻസും ഇല്ലാത്തതുകൊണ്ട് പ്രോമിസ് ഇല്ല. പ്രോമിസ് ഇല്ലാത്തതുകൊണ്ട് എന്തില്ല, എഗ്രിമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തില്ല, കോൺട്രാക്റ്റ് ഇല്ല. മനസ്സിലായോ? ഓക്കെ, അടുത്ത വായിച്ചേ. The principle enunciated in the above case has been approved and applied by the Supreme Court in McPherson vs. Appana, AR 1951, Supreme Court 181. ശരി, അപ്പോൾ ഇതേ പ്രിൻസിപ്പിള് നമ്മുടെ ഇന്ത്യയിലെ സുപ്രീം കോടതി ഏത് കേസിൽ സ്വീകരിച്ചിട്ടുണ്ട്? മക്കാന വേഴ്സസ് അപ്പന എന്ന് പറയുന്ന കേസ് സ്വീകരിച്ചിട്ടുണ്ട്. മോളെ, എനിക്ക് 4:30 ഒരു ക്ലാസ് ഉണ്ട്.
അപ്പോൾ 4:30 മുതൽ 5:30 വരെ ആയിരിക്കും ക്ലാസ്. ആ മോള് 5:30 കഴിഞ്ഞ് ഫ്രീ ആണെങ്കിൽ നമുക്ക് 1 മണിക്കൂറും കൂടെ പഠിപ്പിച്ചു തരാം. 5:30 കഴിഞ്ഞ് എനിക്ക് പഠിക്കാൻ ഞാൻ വിളിക്കാം സാറിനെ, അല്ലെ മെസ്സേജ് ഇടാം. മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ. ആ ഓക്കെ.